ഇസ്രായേൽ ഹമാസ് പോരാട്ടം കടുക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക ശക്തമായ ഇടപെടലുകൾ നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി UN രക്ഷാസമിതിക്ക് മുമ്പാകെ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക. ഇതിനായുള്ള ബദൽ പ്രമേയം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. അൾജീരിയ കൊണ്ടുവന്ന പ്രമേയത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് യുഎസിന്റെ ഈ നിർണായകമായ നീക്കം. വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനെന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യം കൂടിയാണിത്. ഗാസയിൽ തുടരുന്ന യുദ്ധത്തിന് താൽക്കാലികാർത്ഥത തേടുന്ന പ്രമേയത്തിന് UN രക്ഷാസമിതി അംഗങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുന്നതായി അമേരിക്ക അറിയിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ വെടിനിർത്തൽ പ്രായോഗത്തിൽ കൊണ്ടുവരണമെന്ന് US മുന്നോട്ട് വെച്ച പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റാഫയ്ക്ക് നേരെ ആക്രമണം മേഖലയിൽ സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശമെന്നും പ്രമേയം പറയുന്നു. അൾജീരിയ അവതരിപ്പിച്ച വെടിനിർത്തൽ പ്രമേയത്തിൽ ഇന്ന് രാത്രി നടക്കുന്ന വോട്ടെടുപ്പിൽ വീറ്റോ പ്രയോഗിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ പ്രമേയത്തോട് മറ്റ് വൻ ശക്തി രാജ്യങ്ങൾ കൈക്കൊള്ളുന്ന നിലപാട് നിർണായകമായി മാറുകയും ചെയ്യും. പാരീസിൽ രൂപപ്പെടുത്തിയ ദീർഘകാല വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ അട്ടിമറിച്ചത് ഇസ്രായേലാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ആക്രമണം അവസാനിപ്പിക്കുക, ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കുക, ബന്ദികൾക്ക് പകരം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുക എന്നീ ഉപാധികളിൽ നിന്ന് പിറകോട്ടില്ലെന്നും ഹമാസ് വ്യക്തമാക്കി. വെസ്റ്റ് ബാങ്കിലെയും മറ്റും ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ നിയമപരമായ പ്രത്യാഘാതം സംബന്ധിച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ രണ്ടാം ദിവസമായ ഇന്ന് വാദം തുടരുകയും ചെയ്യും. ദക്ഷിണാഫ്രിക്ക, അൾജീരിയ, സൗദി, നെതർലാൻഡ്, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വാദം ഇന്നുണ്ടാകും. ഈ മാസം 26 വരെ 52 രാജ്യങ്ങളുടെ വാദം കേൾക്കും. ഗാസ ഇസ്രായേൽ പോരാട്ടം കടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 24 മണിക്കൂറിനിടെ 107 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 29,092 മാറിയിരിക്കുകയാണ്. 69,028 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അതിനിടയിൽ ചെങ്കടലിൽ അമേരിക്കയും ബ്രിട്ടനെയും വെല്ലുവിളിച്ച് ഹൂതികളുടെ ആക്രമണവും ഉണ്ടായി. 2 അമേരിക്കൻ കപ്പലുകൾ ഉൾപ്പെടെ 4 കപ്പലുകൾ ആക്രമിച്ചതായി ഹൂതികൾ വ്യക്തമാക്കി. ഇതിൽ ബ്രിട്ടീഷ് കപ്പൽ കടലിൽ മുങ്ങിത്തുടങ്ങിയെന്നും ഹൂതി വക്താവ് അറിയിച്ചു. ഇതിന് തിരിച്ചടിയായി US ബ്രിട്ടീഷ് പോർ വിമാനങ്ങൾ ഹൂതി കേന്ദ്രങ്ങളിൽ ഇന്നലെയും ആക്രമണം നടത്തിയിരുന്നു. അതേസമയം ഇസ്രായേലിൽ നിന്ന് ബ്രസീൽ സ്ഥാനപതിയെ തിരികെ വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇസ്രായേൽ പാലസ്തീൻ ജനതയ്ക്കെതിരെ തുടർന്നത് വംശഹത്യയാണെന്നും ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റിന് തുല്യമാണിതെന്നും ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡാ സിൽവ കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെ രൂക്ഷ പ്രതികരണവുമായി നെതന്യാഹു രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സ്ഥാനപതിയെ തിരിച്ചു വിളിച്ച ബ്രസീലിന്റെ നടപടി നടന്നത്. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഫലസ്തീൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ഇസ്രായേൽ സേന ബലാത്സംഗവും ലൈംഗിക അതിക്രമവും അടക്കം ഗുരുതര കുറ്റങ്ങൾ ചെയ്യുന്നതായി ആധികാരികമായ പരാതികൾ ലഭിച്ചതായി UN പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസ ഇസ്രായേൽ യുദ്ധം ഇസ്രായേലിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതായാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. മൂഡിസ് റേറ്റിംഗ് കുറച്ചതിന് പിന്നാലെ GDPയിലും ഇസ്രായേൽ സമ്പദ്ഘടന കൂപ്പുകുത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ മൊത്തം ആഭ്യന്തരോൽപാദനം 19.4% ഇടിഞ്ഞതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പുള്ള 3 പാദങ്ങളിൽ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമായിരുന്നു ഇസ്രായേൽ കൈവരിച്ചിരുന്നത്. ഇതിന്റെ പ്രതിഫലനമെന്നോളം 2023-24 സാമ്പത്തിക വർഷത്തിൽ മൊത്തത്തിൽ 2% വളർച്ച രേഖപ്പെടുത്തിയതായി ഔദ്യോഗിക കണക്കുകൾ പറഞ്ഞിരുന്നതാണ്. മുൻപാദങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ 3 മാസങ്ങളിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനം അതായത് GDP 19.4% ചുരുങ്ങിയതായി ഇസ്രായേൽ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡ് കാലം കഴിഞ്ഞ ഉടനുള്ള 2022 സാമ്പത്തിക വർഷമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് 2% വളർച്ച കൈവരിച്ചത്. 1.7% ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക്സ് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ശരാശരി. A1 നിന്നും A2 ആയാണ് ഇസ്രായേലിന്റെ റേറ്റിംഗ് US റേറ്റിംഗ് ഏജൻസിയായ മൂഡിസ് കഴിഞ്ഞ ആഴ്ച കുറിച്ചത്. ഹമാസുമായുള്ള യുദ്ധം ഇസ്രായേലിന് രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നും മൂഡിസ് വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.